ഈ ഷോ എന്താണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ എന്തായാലും എല്ലാം പോസിറ്റീവ് ആയിരിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ ഫേസ് ചെയ്ത ആ സമയത്ത് ഒരു ഹേറ്റ്രഡും ആ ഒരു സൈബർ അറ്റാക്കും ഒക്കെ ഭയങ്കര ക്രൂഷ്യല്, ഭയങ്കര നമുക്ക് ഡിപ്രഷനിൽ പോയ അവസ്ഥയായിരുന്നു. അത്രയും ഇന്റൻസ് ആയിരുന്നു. കാരണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ ആര്യ പോയത്. കാരണം അതുവരെ എല്ലാവരുടെയും സ്നേഹമല്ലേ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവരുടെയും സ്നേഹം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. അതെ, അപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ അവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഹേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ഫാക്ടർ? അത് ശരിക്കും പറഞ്ഞ ആ ഷോ അങ്ങനെയാണ്. യു ക്യാൻ നെവർ പ്രെഡിക്റ്റ് വാട്ട് ഹാപ്പൻസ് എന്നല്ല, വാട്ട് ഈസ് ബീങ് ടെലികാസ്റ്റഡ് ഇൻ ദ ഷോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, പക്ഷെ ഇറ്റ് ഈസ് എ വെൽ എഡിറ്റഡ് ഷോ. ഭയങ്കര എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. ഒരു വീട്ടിൽ നടക്കുന്ന 24 മണിക്കൂറും നമുക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ലൈവ് സ്ട്രീമിംഗ് വരുന്നത് പോലും എഡിറ്റ് ചെയ്താണ് പുറത്തേക്ക് വരുന്നത്. അതും ഈ പറയുന്ന പോലെ, കാരണം ഇത്രയും ക്യാമറാസ് ഉണ്ട് അതിനകത്തൊരു 37 ആണോ അതിൽ കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. 36-37ഓളം ക്യാമറാസ് ഉള്ള വീടാ. ഈ 37 ക്യാമറാസും ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ വിഷ്വൽസും നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് പല കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ സീസണിൽ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലായിരുന്നു. 24/7 ഇല്ലായിരുന്നു. ആ കാണുന്ന 1 hour മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വളരെ കുറച്ച് ഞങ്ങൾ ആ വീട്ടിൽ ജീവിച്ച്, ഞാൻ എന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയാം, എല്ലാവരുടെയും പറയാം, ഞങ്ങളുടെ എല്ലാവരുടെയും 22 കണ്ടസ്റ്റൻസിന്റെയും കാര്യം പറയാം. ഞങ്ങള് അതിനകത്ത് ജീവിച്ചതിന്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ പ്രേക്ഷകർ പുറത്ത് കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ അത് നമ്മൾ ഒരിക്കലും പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവരെന്താണോ കണ്ടത് അത് വെച്ചിട്ടേ അവര് ജഡ്ജ് ചെയ്യുള്ളൂ. അപ്പൊ അതിലങ്ങനെ ജഡ്ജ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതാ ഞാൻ വരുന്നത് ആ പോയിന്റിലേക്ക്. ആ 1 hour കാണിച്ചുള്ളെങ്കിലും 1 hourല് ജനങ്ങൾ വെറുക്കാൻ മാത്രം ആര്യ എന്തായിരിക്കും അവിടെ പ്രസന്റ് ചെയ്തത്? അത് വേറൊന്നും കണ്ടല്ല. നമ്മളിപ്പോ ഇതിനകത്ത് വരുന്ന 22 ആൾക്കാരും 22 പേഴ്സണാലിറ്റീസ് ആണല്ലോ. ഈ ഷോയുടെ ഒരു കോർ തന്നെ അതാണ് ഈ ഷോയുടെ ഒരു ബേസ്. 22 പേഴ്സണാലിറ്റീസ് ഇതിനുള്ളിൽ പോകുമ്പോൾ മാത്രമേ ഐഡിയോളജീസിൽ ഡിഫറൻസസ് വരുള്ളൂ, അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരുള്ളൂ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതാണ് ഈ ഷോനെ റൺ ചെയ്യിക്കുന്ന മെയിൻ ഫാക്ടർ. അത് വന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചിരുന്നത് ഞാൻ വടായി ബംഗ്ലെ പോലെ പൊട്ടിയായിട്ടിരിക്കും, ഒന്നും മിണ്ടില്ല, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ഇട്ടിങ്ങനെ തട്ടിക്കളിക്കും, ആ ഒരു കോൺസെപ്റ്റ്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ എനിക്ക് റിയാക്ട് ചെയ്തു. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ഞാൻ റിയാക്ട് ചെയ്തു. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായങ്ങളോട് യോജിച്ച പ്രേക്ഷകരും ഉണ്ട്, യോജിക്കാത്ത പ്രേക്ഷകരും ഉണ്ട്. അത്രേ ഉള്ളൂ. അത് ഈ ഷോന്റെ ഒരു രീതിയാണ്. ആൾക്കാർ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വേറൊരു കണ്ടപ്പോ അതെ കുറച്ചും കൂടെ ലൈഫ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്ത ഒരു ആര്യനെയാണ് അവര് കണ്ടത്. പൊതുവെ ശരിക്കും ആര്യ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ ലൈഫിൽ എത്രയൊക്കെയോ പ്രോബ്ലംസ് നമുക്ക് എല്ലാവർക്കും വരും. ഡെയിലി നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തതും എക്സ്പെക്ട് ചെയ്യാത്തതുമായ ഓരോരോ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരെണ്ണം വരുമ്പം ആര് പൊതുവെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ? എല്ലാം ഒരു ടേക്ക് ഇറ്റ് ഈസി ആണോ അത് പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആണോ? ഭയങ്കര ഇമോഷണലി ഡ്രിവൻ ആയിട്ടുള്ള ഒരാളാണ്. എന്റെ EQ ഭയങ്കര ജാസ്തിയാണ്. ഇമോഷണൽ കോഷ്യന്റ് ഇസ് ടു ഹൈ. അപ്പൊ സങ്കടം സന്തോഷമാണ്. സങ്കടമാണെങ്കിൽ അത്രയും രണ്ട് എക്സ്ട്രീംസ് ആണ് ഞാൻ. അപ്പം എനിക്ക് സങ്കടം വന്നാൽ വേറെ നിവൃത്തിയില്ല, ഞാനത് കരയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ കരഞ്ഞു തന്നെ തീർക്കും. അല്ലാണ്ട് പിന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആവുന്നത് വളരെ കുറവാണ്. പല കാര്യങ്ങളും ഞാൻ ഓപ്പൺ അപ്പ് എന്ന് വെച്ചാൽ ഇപ്പം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യാറില്ല. ഞാൻ അതിങ്ങനെ ഉള്ളിൽ ഒതുക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളത് പുറത്തേക്ക് ഇട്ട് വോമിറ്റ് ചെയ്ത് കളയണം. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഞാൻ ഒരു പീപ്പിൾ പ്ലീസർ ആണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ എന്റെ ക്യാരക്ടർ അങ്ങനെ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എനിക്ക് വിഷമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനതങ്ങ് ഏറ്റെടുക്കും. പക്ഷെ അങ്ങനെ ഏറ്റെടുക്കുന്നത് കൊണ്ട് ലൈഫിൽ ഇതുവരേക്കും ഒരുപാട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. പോലെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു പോയിന്റ് എത്തുമ്പോൾ കുറെ നമ്മളെ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു എത്തുമ്പോൾ നമ്മളും ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. ആവാറുണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയില്ല, ഇറ്റ്സ് ഇൻ ദ ക്യാരക്ടർ, ഇറ്റ്സ് ഇൻ ദ നേച്ചർ. എനിക്കതിനി ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് അതിന് പേർപ്പസ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നെ എല്ലാവരും ഉപദേശിക്കാറുണ്ട്, എന്റെ വീട്ടിലുള്ളവർ. കാരണം ഇത്രയും മടി കിട്ടുമ്പോൾ നമ്മൾ ഇനി മാറണം എന്നുള്ളത് അതൊക്കെ ചെയ്യാറുണ്ട്. സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മുടെ അടുത്ത് പറയും ചെയ്യാറുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ കോൺഷ്യസ്ലി അങ്ങനെ മാറിയിട്ടുമുണ്ട്.